അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ ഇനി ഹജ്ജിന് കുറേ സമയമുണ്ട്. അൽഹംദുലില്ലാ ഇപ്പോൾ സഫർ മാസമാണ്. റബീഉൽ അവൽ മാസം ഇൻഷാ അല്ലാഹ് പറക്കാൻ വേണ്ടി പോകണം. റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവൽ, ജുമാദുൽ ആഖിർ, റജബ്, ഷഅബാൻ 6 മാസം ഫുള്ള് കഴിഞ്ഞാൽ അങ്ങനെ നോമ്പ് വരുള്ളൂ. നോമ്പ് കഴിഞ്ഞാലാണ് പിന്നീട് ഹജ്ജിൻ്റെ സമയം വരുന്നത് തന്നെ. ഒരുപാട് സമയങ്ങൾ അൽഹംദുലില്ലാ ഹജ്ജിന് വേണ്ടി ഒരുങ്ങാനുണ്ട്. അതുകൊണ്ട് ധാരാളം ക്ലാസ്സുകളുണ്ടാവും. അതേപോലെ തന്നെ ഹജ്ജ് പോയ ആളുകൾക്ക് അൽഹംദുലില്ലാ വീണ്ടും ക്ലാസ് കേൾക്കുന്നത് കാരണമായിട്ട് അൽഹംദുലില്ലാ നമുക്ക് ഹജ്ജിനെ കുറിച്ചുള്ള വലിയൊരു നമ്മൾ ചെയ്ത ഹജ്ജിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവും. നമുക്ക് ഹജ്ജ് അള്ളാഹുവിൻ്റെ പക്കൽ കബൂലാകണം, സ്വീകരിക്കപ്പെടണമെന്നുള്ള നിയ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കേണ്ടത്. അപ്പോൾ നമ്മളിതുവരെ ഹജ്ജിൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സ്വീകരിക്കപ്പെടണം. നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ. 1 തൗഫീഖ് അള്ളാഹു നൽകി, 2 അത് അള്ളാഹുവിൻ്റെ പക്കൽ കബൂലായി തീരണം, 3 അത് ഇഫാദത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റാർക്കും കൊടുക്കാതെ ഖീബത്തോ നമീമത്തോ പറഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാടുകൾ ബാക്കി വെച്ച് നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമ്മൾ ചെയ്ത ഹജ്ജിനെക്കുറിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള ബോധമില്ലാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടി അൽഹംദുലില്ലാ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മൾ അടുത്ത പ്രാവശ്യം തന്നെ അറിയിക്കും. കാരണം ഇപ്പോൾ ലോറിസ്കാരത്തിനുള്ള ഏകദേശം സമയമായി. നമ്മൾ 10 മണിക്ക് തന്നെ തുടങ്ങി. ഇന്ന് കുറച്ച് വൈകിപ്പോയത് അൽഹംദുലില്ലാ ഇത് മഴ ആയതുകൊണ്ടാണ്. അടുത്ത ക്ലാസ്സിൻ്റെ സമയം ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയിക്കും. ആ സമയത്ത് എല്ലാവരും വരണം. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞത് കേട്ടതൊക്കെ ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم انزله المقعد المقرب عندك يوم القيامة. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله ملك الحق المبين. محمد رسول الله صادق الوعد الأمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني يا رب العالمين. يا الله ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. اللهم رزقنا حج بيتك اللهم رزقنا حج بيتك الحرم وزيارة نبيك الكريم يا رب العالمين يا رب العالمين. اللهم اجعل حجنا حجا مبرورا وسعيا مشكورا وذنبا مغفورا وتجارة لن تبور يا رب العالمين. يا الله ഞങ്ങൾ നിർവഹിച്ച ഹജ്ജിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പരിശ്രമത്തെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ തവാഫിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സയ്യികളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്കളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. വിശുദ്ധ ഹറമിൽ ചെയ്ത മുഴുവൻ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സദഖകളെയും നോമ്പുകളെയും അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. വിശുദ്ധ ഹറമൈൻ്റെ മുഴുവൻ സിഫാത്തുകളും ഗുണങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതിൻ്റെ മുഴുവൻ സിഫാത്തുകളും ഗുണങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് മക്കയിലേക്ക് കൊണ്ടുപോകണം അല്ലാഹു. അതുപോലെ നീ നിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണം അല്ലാഹ്. കഅബ കാണണം. ആ കണ്ണുകൾ കൊണ്ട് നിൻ്റെ ലിഖാഇനെ കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സംസം വെള്ളം കുടിക്കണം. നിൻ്റെ ഹബീബിൻ്റെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് കഅബയുടെ മുമ്പിൽ വെച്ച് എത്രയോ തവണ ഞങ്ങൾ ചെയ്തൊരു ദുആ ഉണ്ടല്ലോ അല്ലാഹ്. അല്ലാഹുമ്മ അളില്ലനാ ഫീ ളില്ലി അർശിക് യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക് വസ്ഖിനാ മിൻ ഹൗദി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നദ്മഉ ബഅദഹാ അബദാ. യാ അല്ലാഹു ആ തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് നിൻ്റെ അർശിൻ്റെ തണൽ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിൻ്റെ ഹബീബിൻ്റെ കയ്യിൽ നിന്നും ഹൗസുൽ കൗസർ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് അതിനുശേഷം ആഖിറത്തിലെ പ്രയാസങ്ങൾ നീ ഞങ്ങൾ ദൂരീകരിച്ച് തരുമല്ലോ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ ഹബീബിനെ ആക്കി തീർക്കണേ അല്ലാഹ്. നിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുവഴി നിൻ്റെ ഹബീബിൻ്റെ പ്രത്യേകമായ ഷഫാഅത്തിന് നീ ഞങ്ങളെ കാരണമാക്കി തീർക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് ചെയ്ത ഹാജിമാരുടെ ഹജ്ജിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഉംറക്കാരുടെ ഉംറയെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നോ അവരുടെ മുഴുവൻ അമലുകളെയും അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജിനും ഉംറക്കുള്ള തൗഫീഖ് വീണ്ടും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് നിൻ്റെ ഭവനം നാളെ ആഖിറത്തിൽ ഹാജരാക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ നീ ഹാജരാക്കണേ അല്ലാഹ്. വിശുദ്ധമായ കഅബയും പരിസര പ്രദേശങ്ങളെയും ഹാജരാക്കി അവർക്ക് നീ സംസാരിക്കാനുള്ള ശക്തി നൽകുമ്പോൾ അല്ലാഹു ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാനുള്ള ശക്തിയും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് നീ ഞങ്ങൾക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളുടെ ട്രാവൽസിന് നീ ഇഖ്ലാസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരിക്കലും നീ ഞങ്ങളെ ഖാസിരീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നബിമാരുടെ ദുആക്കളെ പോലെ അല്ലാഹു നീ ഞങ്ങളുടെ ദുആക്കളെ സ്വീകരിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് നബിമാരെ സഹായിച്ചതുപോലെ നീ സഹായിക്കാമെന്ന് നിൻ്റെ വാഗ്ദാനമുണ്ടല്ലോ അല്ലാഹ്. യാ അല്ലാഹ് ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ് നീ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്.
യാ അല്ലാ നബിമാരെ സഹായിച്ചതുപോലെ നീ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടല്ലോ അല്ലാ. യാ അല്ലാ നീ ഉമ്മത്തിനെ സഹായിക്കണേ അല്ലാ. ഫലസ്തീൻ്റെ മണ്ണിൽ നീ അവരെ സഹായിക്കണേ അല്ലാ. ഖുദ്സിൻ്റെ വിമോചനം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. യാ അല്ലാ 3 ഹറമുകളിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. യാ അല്ലാ മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കണേ അല്ലാ. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്ന് മുഴുവൻ അല്ലാഹു നീ കരകയറ്റണേ അല്ലാ. യാ അല്ലാ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ധാരാളം ആളുകളുണ്ട് അല്ലാ, ധാരാളം ആളുകളുണ്ട്. അറിയുന്ന ആളുകൾ, അറിയാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സാലിച്ചാനെ പോലുള്ള ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടല്ലോ അല്ലാ. യാ അല്ലാ അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ അറിഞ്ഞു നീ മാത്രമാണല്ലോ അല്ലാ. ഹൈറായ നിലയിൽ നീ അവരെ സഹായിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളെ ഹൈറായ നിലയിൽ നീ സഹായിക്കണേ അല്ലാ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗത്തെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ കടത്തിൽ നീ അവരെ കാത്തു രക്ഷിക്കണേ അല്ലാ. യാ അല്ലാ മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മാനസികമായ പ്രയാസങ്ങൾ നീ കാറ്റി കൊടുക്കണേ അല്ലാ. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അല്ലാഹു വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നീ കുഞ്ഞുങ്ങൾ നൽകണേ അല്ലാ. നിൻ്റെ ഖജനാവിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ, നിൻ്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ലല്ലോ അല്ലാ. മുഴുവൻ ആളുകൾക്ക് നൽകിയാൽ പോലും ഒന്നും കുറയാത്ത ഖജനാവിൻ്റെ ഉടമസ്ഥനാണല്ലോ അല്ലാ. നീ ഔദാര്യവാനാണല്ലോ അല്ലാ. യാ അല്ലാ ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു അല്ലാ, മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈർ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടിയ മുഴുവൻ ഷർറുകളിൽ നിന്ന് നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറ മാ സഅലുക നബിയുക ഹബീബുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശർരി മാ സ്തആദുക നബിയുക ഹബീബുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم أنت المستعان وعليك البلاغ لا حول ولا قوة إلا بالله العلي العظيم. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.